ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ്. പ്രഭാത് ജംഗ്ഷനടുത്തുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ എപ്പിസോഡ് കിട്ടിയിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പറയുന്ന വ്യക്തികൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, കൂടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. 2 സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. വിജയെ കാത്തിരിക്കുന്നത്. അപ്പം ആരാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ 2 സഹോദരിമാരുണ്ട്, നമുക്കത് പരിചയപ്പെടാം. അവർ സ്കൂൾ യൂണിഫോം തന്നെ ഉള്ളത്. ഓക്കെ, നമ്മുടെ പേര് ഹർഷിത സുനിൽ. ഓക്കെ, താമസിക്കുന്നവിടെ പാപ്പിനിശ്ശേരി. 2 പാപ്പിനിശ്ശേരി പഞ്ചായത്തിനാണ്. പേര് അഭിരാമി. സ്ഥലം കുഞ്ഞിപ്പള്ളിയിൽ. എവിടെ? കുഞ്ഞിപ്പള്ളി എടച്ചേരിയാണ്. ശരി. പിന്നെ പഠിക്കുന്നത് പിന്നെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. ഇപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയാം, നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറ് നമ്മൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എടുക്കണം എന്നാണ് പറയുന്നത് അല്ലേ? എന്ന് പറഞ്ഞ പോലെ +2 കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രിക്ക് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് സബ്ജക്റ്റ് എടുക്കാനായിരിക്കും ആഗ്രഹം? നീറ്റ് എഴുതാനാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തുടങ്ങിയോ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത്? കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള നീറ്റ് എക്സാം എഴുതണമെങ്കിൽ ഒരുപാട് ഗൈഡ് വായിക്കും. ഡെയിലി അത് വായിക്കുക? വായിക്കുന്നുണ്ട്. ഓക്കെ. അത് ആരാണ് അതിനൊരു പ്രൊമോഷൻ തരുന്നവരാണ്? പറയും. നല്ല കാര്യം. അത് നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഒട്ടും ഒരുപാട് സ്റ്റുഡൻസ്, അത് ഒരു സ്ഥലത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു എക്സാമാണ് അല്ലേ? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? പൈലറ്റിന് നോക്കാനാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പിന്നെ ഓൾറെഡി പിന്നെ എവിടെയാണ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? കണ്ണൂർ തന്നെയാണോ? പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു ഹോബീസ് ഒക്കെ എന്താ? പാട്ട്, ഡാൻസ്, ഗാർഡനിങ്, ഫുഡിങ്, അങ്ങനെ എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പഠനം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഏത് വിഷയത്തിലാണ്? പാട്ട് കേൾക്കും. പാട്ട് പാടാറുണ്ടോ? പാട്ട് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഏതാ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? എല്ലാം കേൾക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയാണ് ശ്രേയ ഘോഷാണ്. ഓക്കെ. ഇവര് പറ, നിങ്ങളുടെ ഹോബീസ് ഒക്കെ എന്താ? വരയ്ക്കും. ചെറുങ്ങനെ പെൻസിലാണോ പെയിന്റ് ആണോ? പെൻസിൽ ഡ്രോയിങ് ആണോ? ആരാണ് വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വരക്കാറുണ്ടോ? പിന്നെ പണ്ട് കൊച്ചുകുട്ടിയാകുന്ന സമയത്ത് തന്നെ ഉള്ള സംഭവമാണ്. പിന്നീട് ഇതിനോടൊരു കേസ് വന്നിട്ട് അങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട് ഇത്? എന്തായാലും വര ഒരു ഹോബി ആയിട്ടാണ് സഹോദരിക്കുള്ളത്. ഈ സഹോദരിക്ക് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഓരോ ആൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളോട് നമ്മൾ കൃത്യമായിട്ട് മൂവ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ചെറിയ ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, അതുപോലെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ. നമ്മുടെ ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റിലുള്ള ഒരു ഭക്ഷണ സാധനമാണ്. ഓക്കെ. ഈ ഭക്ഷണ സാധനം നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പല ടൈമിലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ മലയാളത്തിലുള്ള പേരിൻ്റെ തുടക്കം തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. എങ്കിൽ എന്താണ് ഭക്ഷണ സാധനം? നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നൊരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ മലയാളത്തിലുള്ള പേരിൽ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. കേക്കല്ല. കേക്ക് ഓൾറെഡി ഇംഗ്ലീഷ് വാക്കാണ്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും ഗാഠമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ട്. ഓൾ ദി ബെസ്റ്റ്. 2 സൗകര്യമാർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ നോക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. അത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നു. ഓക്കെ. പേര്? ഏഞ്ചൽ എന്നുള്ള അതിൻ്റെ മീനിങ് എന്താ? ഏഞ്ചൽ മാലാഖ. ഓക്കെ. ദൈവത്തിൻ്റെ മാലാഖ. ഓക്കെ. സ്ഥലം എവിടെയാ? ഓക്കെ. പേര്? റിയൽ ആയിട്ട് റിയ. എവിടെ സ്ഥലം? മുണ്ടയാട്. കോയി ഓഫീസിനടുത്താണോ? അല്ല ഇപ്പം പുതിയ പണിതുകൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ താഴെയാണ്? എവിടെയാണ്? ആ സ്ഥലത്തിന്റെ പേര് പറയാം? മുണ്ടയാട് അങ്ങനെയാണ്. ശരി. 2 പേരും +1 പഠിക്കുക. അപ്പം അവിടെ ഞാൻ ഒരു സഹോദരിക്ക് ഈ ചിത്രം വരയ്ക്കലാണ് ഹോബി, മറ്റാൾക്ക് പാട്ട് കേൾക്കലാണ്. അപ്പം നിങ്ങളുടെ ഹോബി എന്താ? പാട്ട് കേൾക്കുക. ഓക്കെ. ഏഞ്ചൽ ഓൾറെഡി എന്തായാലും പാട്ട് പാടുന്ന ഒരാളായിരിക്കും. പള്ളിയിലൊക്കെ പോയിട്ട് പാടാറുണ്ടോ? പാടാറുണ്ട്. ഓക്കെ. ഇവിടെ എന്താണ് ഹോബീസ്? എന്താണ്? സിനിമ കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു?
പേഴ്സണലായിട്ട് അങ്ങനെ ഇല്ലേ ദിവസത്തെ അങ്ങനെയാ? അങ്ങനെ നോക്കാറില്ല. നോക്കാറില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് കാണും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ആക്ടറോട് ആക്ട്രസോട് പ്രത്യേകിച്ച് ജോണർ നോക്കിയിട്ടാണ്. അങ്ങനെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേക ഒരു ആർട്ടിസ്റ്റോട് താല്പര്യമില്ല നിങ്ങൾക്ക്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ശരി, പഠനമാണ് ലക്ഷ്യം. അതെ. +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? പഠിക്കും. പഠിക്കും. അത് ഏത് സംഭവം? ഡിഗ്രിക്ക് പോകുമ്പോൾ ഏത് സബ്ജക്ട് എടുക്കാനായിട്ട് സാധ്യത? കറണ്ടിൽ എനിക്ക് BMS നോക്കാനാണ് താല്പര്യം. BMSന്റെ അതിൻ്റെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പിന്നെ എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എവിടെയാണ്? മാനേജ്മെന്റ്. മാനേജ്മെന്റ്. ഓക്കെ. നിങ്ങൾ എന്താ ഉദ്ദേശം? ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുക്കണം. അത് ഏത് വിഷയത്തിലായിരിക്കണം? അത് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കണം. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷയം കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ലൈനിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സ്പീഡായിട്ട് മുന്നോട്ട് പോകണം, അല്ലേ? അപ്പോൾ ഇനി ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ചോദ്യം, വളരെ ലളിതമായിട്ട് ഫണ്ണി ക്വസ്റ്റൻ ആണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. ഇതിൻ്റെ ഉത്തരം ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ക്ലൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ്. പക്ഷേ ആ ഭക്ഷണ സാധനത്തിൻ്റെ മലയാളത്തിൻ്റെ പേരിൽ തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ്, അതിൻ്റെ മലയാളത്തിൻ്റെ പേരിൻ്റെ തുടക്കം തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. എങ്കിൽ ഏതാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലുള്ള നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ആ ഭക്ഷണ സാധനം? എത്ര ഗസ് ഉണ്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഞാൻ പറയും, ഇതങ്ങനെ പച്ചയായിട്ട് ആരും കഴിക്കാറില്ല. അതിൻ്റെ പേരിൻ്റെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്ക്. പച്ചയായിട്ട് കഴിക്കത്തില്ല. പച്ചയായിട്ട് അങ്ങനെ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല അങ്ങനെ, പക്ഷെ അങ്ങനെ കഴിക്കാറില്ല. ചില ആൾക്കാർ കഴിക്കും, പക്ഷെ ഇല്ല. ചായ അല്ല. യെസ്. അപ്പോൾ എന്താണ് സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അവിടെ നിന്നോ എന്താ പറഞ്ഞേ? പുട്ട് ഒരു വിഭവമാണ്. അതായത് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ചേർന്നുള്ള പുട്ടുണ്ടാകുന്നത്. ഇതൊരു ഭക്ഷണ സാധനമാണ്. പുട്ടുപൊടിയല്ല. പറ്റില്ല. അപ്പോൾ ഓക്കെ, കാണാം. ഹലോ സാർ, നമസ്കാരം. ഗുഡ് ഈവനിങ്. അപ്പം എന്തോ പരിപാടി ഉണ്ടല്ലോ, ഗിഫ്റ്റൊക്കെ ആയിട്ട്. എന്താ പരിപാടി? ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി. അത് ആർക്ക് കൊടുക്കാനാ? പേരക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ? സാറിന്റെ പേര്? അസീസ് ഖാൻ. സ്ഥലം എവിടെയാ? കണ്ണൂർ. എവിടെ? എടക്കാട് ടൗണിലാണോ? ടൗണിന് വിട്ടിട്ട് ഒരു 1 കിലോമീറ്റർ. ഓക്കെ. ജോലി എവിടെയായിരുന്നു? നാട്ടിലാണ്? ഖത്തറിലാണ്. ഇപ്പം നാട്ടിൽ വന്നിട്ട് 1 മന്തായി. ഖത്തറിൽ ഇപ്പം എന്താണ് അവിടുത്തെ കാലാവസ്ഥ? തണുപ്പാണ്. ഇവിടെ ഇപ്പം കുഴപ്പമില്ലല്ലോ, അല്ലേ? ഇനിയിപ്പം ഒരു ഫെബ്രുവരി ഒക്കെ കഴിയുമ്പോഴാണ് ഇവിടെ ചൂടിന്റെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ചെറിയൊരു പ്രോഗ്രാം ഇട്ട് വന്നാണ്. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. 2 സമ്മാനമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ഒരു ഭക്ഷണ സാധനമാണ്. ഈ ഭക്ഷണ സാധനം അങ്ങനെ പച്ചക്കാരും കഴിക്കാറില്ല. അതാണ് ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ക്ലൂ. അതായത് ഒരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ മലയാളത്തിലുള്ള പേര് തന്നെ തുടക്കം ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഇങ്ങനെ ഏതാണ് ഭക്ഷണ സാധനം? നിങ്ങളൊക്കെ കഴിക്കും, നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ മലയാളത്തിലുള്ള പേരിൻ്റെ തുടക്കം തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. എങ്കിലേതാണ് ആ ഭക്ഷണ സാധനം? പച്ചക്ക് കഴിക്കാറില്ല. ചിലപ്പോൾ പക്ഷികളൊക്കെ പച്ചക്ക് കഴിക്കുന്നുണ്ടാവും, പക്ഷേ മനുഷ്യരങ്ങനെ പച്ചക്ക് കഴിക്കാറില്ല. ഓക്കെ സാർ, താങ്ക് യു. കാണാം. ഓക്കെ സാർ. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു 3 കുട്ടികളും ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഒരു മോളുട്ടി ഇവിടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്, മൊത്തം ഇന്ന് കറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാണ്. ഇന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? മെഹറിൻ. ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഏത് സ്കൂള്? സീനിയർ സെക്കൻഡറി 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ 7th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഓക്കെ. ഈ സ്കൂളിലുള്ള പഠനമല്ലാതെ വേറെ എവിടെയെങ്കിലും ട്യൂഷൻ വല്ലതും പോകേണ്ടത്? ഒന്നും പോകില്ല. അപ്പം എല്ലാ സബ്ജക്റ്റും ഈസിയാണ്. ഏത് സബ്ജക്റ്റാണ് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്? എല്ലാം. അപ്പോൾ ഈസി ആയിട്ടുള്ള വിഷയം ഏതാ? സബ്ജക്റ്റ് ഏതാ? ഒന്നുമില്ല, എല്ലാം ടഫാണ്. ഓക്കെ. മാഡത്തിന്റെ പേര്? എൻ്റെ ഒരു ഫാറ. ഇവിടെ സ്വന്തം സ്ഥലം എവിടെയാ? സ്വന്തം സ്ഥലം ഇവിടെ കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂർ കുറുവ. ഈ അവിടെയാണ് ഈ കുറുവ അരി ഇറങ്ങുന്ന സ്ഥലമാണോ?
കുറുവാരി എനിക്ക് ആക്ച്വലി അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. കുറുവരി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ബട്ട് എനിക്ക് തോന്നുന്നു അവിടെ ആണെന്ന് തോന്നുന്നു. എനിക്ക് നോട്ട് ഷുവർ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. അങ്ങോട്ട് പേര് പറ. മുസ്കാൻ. മുസ്കാൻ. എന്താ ഈ മുസ്കാൻ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദി വാക്കാണ്. എന്താ മുസ്കാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പേരിന്റെ? ആണ് ഏത് ഭാഷയില്? ഹിന്ദി. പ്രിയമുള്ളവരെ, മുസ്കാൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. മനസ്സിലാക്കണം, അതായത് ഹിന്ദിയിലെ വാക്കാണ് മുസ്കാൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. മോളുടെ പേര് മുസ്കാൻ എന്നാണ്, അതിന്റെ പേര് ഉത്തരം പുഞ്ചിരി. മോളുടെ പേരെന്തായിരുന്നു? മെഹർ എന്ന് പറഞ്ഞതിന്റെ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഇവിടെ സൗണ്ട് ബ്യൂട്ടിഫുൾ, അവിടെ പുഞ്ചിരി. ഇളയാളുടെ പേരെന്താ? ഹഫ്സ. ഹഫ്സ. അതിന്റെ അർത്ഥം എന്താ? ഹഫ്സ എനിക്കറിയില്ല ആക്ച്വലി അതിന്റെ. ഓക്കെ, മോൾ പഠിക്കാൻ എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്? എല്ലാവരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്? ഒരുമിച്ചിട്ട്. ശരി, അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാൻ പോകുന്നു. അതിനിടയ്ക്ക് നമ്മൾ പാട്ട് പാടും. ആരാ പാടുന്നത്? പുഞ്ചിരി പാടുന്നോ ബ്യൂട്ടി പാടുന്നോ? ആരാ പാടുന്നത്? മോള് പാടും. പിന്നെ ആദ്യം നിങ്ങൾ പാടിയിട്ട് ഓർക്കുന്നു പാടും. ആ കൊറിയനൊക്കെ പാടുവോ? പാട് മേഡം. രണ്ട് മോള് പറഞ്ഞല്ലേ? റെഡി? യെസ്. अजीब दास्ता है ये, कहाँ शुरू कहाँ ख़त्म, ये मंजिलें है कौन सी, न वो समझ सके न हम, मुबारक है तुम्हें कि तुम किसी के नूर हो गए, किसी के इतने पास हो कि सबसे दूर हो गए. പിന്നെ ഈ ഹിന്ദി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് ഹിന്ദിയായിട്ട്? ഹിന്ദിയായിട്ട് ആക്ച്വലി എൻ്റെ ഉമ്മെല്ലാം ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. നിങ്ങൾ ബോംബെയിലാണ് ജനിച്ചത്? ബോംബെ അല്ല, ബട്ട് ആ ഒരു ടച്ച് ഉണ്ട്. അതാണ് ഞാൻ വെച്ചത്. കണ്ണൂരാണെങ്കിൽ നിങ്ങളുടെ സംസാരിക്കുന്ന ശൈലിയൊക്കെ മാറ്റം. പേരൻസ് എല്ലാം ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം ബോംബെയിലാണ്. ബോംബെയിൽ എവിടെയാ? ബോംബെയിൽ ദാദർ, വിക്രോളി അവിടെയെല്ലാം ആയിട്ടാണ്. ധാരാവി ദാരിമെന്ന് കേട്ടിട്ടുണ്ട്, വേറെ ഒന്നും കേട്ടിട്ടില്ല. മോനാന്റെ ബില്ല് അതുകൊണ്ട് ഹിന്ദി ആയിട്ടാണ് ഭയങ്കര കൂടുതൽ. ഇപ്പൊ അവിടെ ഫാമിലി ഒക്കെ ഹിന്ദി അവിടെ ബോംബെയിലുണ്ടാവും? ഇല്ല, ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് സെറ്റിൽ ആയിട്ട് വേറെ വേറെ ഓരോ ഭാഗങ്ങളിലായിട്ട്, ലൈക്ക് ദുബായിലും അവിടെയെല്ലാം ആയിട്ടാണ്. ഈ മക്കളെങ്ങനെ ഹിന്ദിയൊക്കെ നന്നായിട്ട്? ഹിന്ദി ആയിട്ട് കുഴപ്പമില്ല. മക്കള് ചെറുതിലെ ഇംഗ്ലീഷ് തന്നെയാണ്, മലയാളം കുറവാണ്. ആക്ച്വലി മലയാളം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവർക്ക് ഇപ്പം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ. കാരണം ഇവർ പഠിച്ചതെല്ലാം അങ്ങ് ദുബായിലാണ്. അതാണ്, അതുകൊണ്ടാണ് സംസാരിച്ചത് പ്രശ്നം അല്ലേ? കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും പറയാറുണ്ട് നമുക്ക് പഠിക്കാനും എഴുതാനും ഏറ്റവും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അല്ലേ? പക്ഷേ ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരുപാട് നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറയും, അവരൊക്കെ നമ്മൾ മലയാളികളെക്കാൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് അല്ലേ? ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്റെ മക്കൾ തന്നെ ഇപ്പൊ ഇവിടെ നിന്നിട്ടാണ് ആക്ച്വലി ഇവർ മലയാളം പഠിച്ചത് തന്നെ. അതിന് മുന്നേ ഒന്നും അറിയില്ല, സംസാരിക്കാനും ഇതെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ ഫ്രണ്ട്സ് എല്ലായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ പഠിച്ചു. അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലമായിട്ട് നമ്മൾ ഈ ഇഴകിച്ചേരുക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും റെഡി, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ നമ്മുടെ ഈ ഒരു ഗ്രീൻ സൈപ്പർ മാർക്കറ്റുണ്ട്. ഇതൊരു ഫുഡ് പ്രോഡക്റ്റാണ്, ഒരു ഭക്ഷണ സാധനമാണ്. ഓക്കെ, ഒരു ഭക്ഷണ സാധനമാണ്. ഇത് പച്ചക്ക് കഴിക്കാത്തതാണ്. ചില ആൾക്കാർ ടൈം പാസ് ചിലപ്പം ചെറുതായിട്ട് കഴിക്കുമായിരിക്കും, ചില ആൾക്കാരൊക്കെ. എന്നാലും ഇത് പച്ചക്ക് കഴിക്കാത്തൊരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിൻ്റെ മലയാളത്തിലുള്ള പേരിന് തുടക്കം തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. എങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? ഇവിടെയുണ്ട്. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനം. ക്ലൂ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ പിന്നെ മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനക്കാർ ഇത് കൂടുതൽ കഴിക്കാറുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ്. ഇതൊരു ഭക്ഷണ സാധനം. അതിൻ്റെ മലയാളത്തിലുള്ള പേരിൻ്റെ ഫസ്റ്റ് ഉച്ചാരണം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. രക്ഷയില്ല. അപ്പോൾ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടവൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഒരു ക്ലൂ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. കാരണം ഞാൻ പറഞ്ഞത് മലയാളികളെക്കാൾ കൂടുതൽ അന്യസംസ്ഥാന, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ ജനിച്ചു വളർന്ന ബോംബെ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് ഉള്ള ആൾക്കാരൊക്കെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഭക്ഷണ സാധനം. അതിനെക്കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ നിറം അത് നമ്മൾ പിന്നെന്താ പറയുക, അത് ഈ പിന്നെ അങ്ങനെ എടുത്ത് കഴിക്കാറില്ല നമ്മൾ. അതൊന്നിക്കലത് എന്താ പറയുക, പൊടിച്ചിട്ട് കഴിക്കും. പൗഡറായിട്ട് കഴിക്കും, ഉണ്ടാക്കും. എന്നിട്ടാണ് നമ്മൾ ചിലപ്പോൾ അധികം വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്.
ഇതൊരു സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു വെജിറ്റബിൾ. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ധാന്യം എന്ന് പറയാം. ധാന്യം. യെസ്. വൈറ്റ് കളർ. വൈറ്റ് അല്ല, അത് പൗഡർ ആയി കഴിഞ്ഞാൽ വൈറ്റ് കളർ ഉണ്ടാവും. എന്നാൽ ഫ്ലോർ വൈറ്റ് അല്ല. ഇന്നെന്താ കഴിച്ചു? ഇന്ന് രാവിലെ എന്താ കഴിച്ചു? ഒന്ന് കഴിച്ചു. ചോക്കോസ്. ഒന്നും കഴിച്ചില്ല. സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിച്ചില്ല. ചോക്കോസ്. ചോക്കോസ് കഴിച്ചു. മോളും ചോക്കോസ്. നിങ്ങളെന്താ കഴിച്ചു? ഞാൻ ബ്രെഡും എഗ് ഓംലെറ്റും. ഓംലെറ്റ്. മോളെന്താ കഴിച്ചേ? ചോക്കോസ്. ചോക്കോസ് കഴിച്ചു. അപ്പോൾ ആരും ഞാൻ ഈ അടുത്ത് പിന്നെ ഈ ചപ്പാത്തി കഴിക്കാറുണ്ടോ? ആ. റെഡിമെയ്ഡ് വാങ്ങിയിട്ടാണോ അല്ല വീട്ടിൽ നിന്ന് പരത്തിട്ട് വീട്ടിൽ നിന്ന് വരുത്തിയിട്ട്. ഈ ചപ്പാത്തി നല്ലൊരു സംഭവമാണ് അല്ലേ? ആ ഇനി പറ എന്താണ് വീറ്റ്. എനിക്കതിന് മലയാളത്തിന്റെ പേര് ഗോതമ്പ്. ഗോതമ്പ്. അതിൽ ഇംഗ്ലീഷ് വാക്കുണ്ടോ? ഗോ ഏ? ഗോ ഗോ ഏ? ഗോ ഗോ. ആ. പോട് അല്ലേ? പോട്. അപ്പൊ എന്തായാലും ഉത്തരം ഗോതമ്പാണ്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി, കാരണം ഇവർ ബോംബെയിലൊക്കെ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ ക്ലൂ കൊടുത്തതാണ്. അതായത് ഒരു ഭക്ഷണ സാധനമാണ്. അതിൻ്റെ മലയാളത്തിലുള്ള പേരിൻ്റെ തുടക്കം തന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണെങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം എന്നാണ്. പച്ചക്ക കഴിക്കാറില്ല. എന്നാലും ചിലപ്പോൾ നമ്മൾ ചുയിങ്കാക്കി തിന്നാനൊക്കെ കുറച്ച് ഈ പിന്നെ ഗോതമ്പ് മണി വായിലിട്ട് ചവച്ച ചെറിയ ചുയിങ്കത്തിൻ്റെ സ്റ്റൈലൊക്കെ വരും. ഉത്തരം ഗോതമ്പാണ്. ഗോതമ്പിൻ്റെ തുടക്കം തന്നെ ഗോ എന്നുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ ഏതായാലും സന്തോഷം. സമ്മാനം തരാൻ വേണ്ടി പോകുന്നു. കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം, കൂടെ നമ്മുടെ സ്വന്തം ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം, പിന്നെ ഗ്രീൻസ് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടിയുണ്ട്. ഹലോ ഹഫ്സ കുട്ടിക്ക് എന്താ പേര്? എത്ര ക്ലാസ് പഠിക്കുന്നു? ഓക്കെ ഹഫ്സ കുട്ടിക്ക് ചേച്ചി കൊടുക്കണേ. ഓക്കെ യെസ്. അപ്പോൾ കാണാം. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. അതായത് ഇനിയൊരു കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ കാര്യം കൂടി ഞങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി പോവാണ്. പ്ലീസ്. ഓക്കെ. പേര്? നിഹാൽ ഭായ്. നമ്മുടെ ഇവിടെ ഗ്രീൻസിൽ എന്തായിട്ട് പൊസിഷൻ എന്താണ്? ഞാനിവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. എത്രയായിട്ട്? ഒരു 1.5 year. സ്വന്തം സ്ഥലം എവിടെയാ? കണ്ണൂർ വളവട്ടണം. വളവട്ടനാണ്. അത് ശരി. അപ്പോൾ എന്താണ് ഇവിടെ ഒരു പുതിയൊരു സംഭവം, ഒരു ഓഫർ സംഭവം വരാൻ വേണ്ടി പോകുന്നത്? എന്താ സംഭവം? നമ്മളിവിടെ ഇനിയിപ്പോൾ ഈ മന്ത് ജനുവരി 14 മുതൽ 22 തീയതി വരെ മിഡ് മന്ത് ബൊണാൻസ എന്നൊരു ഓഫർ നടക്കുന്നുണ്ട്. മിഡ് മന്ത് ബൊണാൻസ. എന്താണ് സംഭവം? നമ്മുടെ നോർമലി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു രീതിക്കുള്ള ഓഫർ. എല്ലാത്തിലും ഫുഡ് ഐറ്റം മാത്രമല്ല എല്ലാ ഐറ്റം? അല്ല, ഫുഡ് ഐറ്റം ഉണ്ട്, നോൺ ഫുഡ് ഉണ്ട്, ഹോം ലാൻഡ് വീട്ടിലേക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒട്ടുമിക്ക ഐറ്റംസിനുള്ള ഒരു ഓഫർ. ജനുവരി 14 മുതൽ 22. അപ്പോൾ അതിന് ഇന്ന ടൈമൊന്നുമില്ല, ഫുൾ ഡേ? ഫുൾ ഡേ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും ജനുവരി 14 മുതൽ ജനുവരി 22 വരെയാണ് അതിൻ്റെ ഓഫറിൻ്റെ പേര് മിഡ് മന്ത് ബൊണാൻസ. മിഡ് മന്ത് ബൊണാൻസ. അപ്പോൾ എല്ലാവരും പരമാവധി വന്ന് പർച്ചേസ് ചെയ്യുക. നമുക്ക് ഗ്രീൻസിൽ ഓൾറെഡി എല്ലാ സമയവും ഓഫറുകൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കിട്ടൊരു ജനുവരിയിലെ ആദ്യ വർഷത്തെ നമ്മുടെ ഈ 2026 പുതുവർഷത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഇട്ടിരിക്കുന്നത്. വെല്ലാൻ വരിക, പർച്ചേസ് ചെയ്യുക. ഏവരെയും ഗ്രീൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങളും പുതിയ മൂവുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.